നമ്മളെ തല്ലാൻ കൂട്ടുണ്ടല്ലോ. എന്താ സാറ് ഒരു ആത്മഹത്യ നടത്തിയിട്ടല്ല കേസെടുക്കാൻ പറ്റാത്ത? എന്താ കേസെടുക്കാൻ പറ്റാത്ത? കേസെടുക്കൂലേ? ഇപ്പൊ കേസെടുക്ക ഉള്ളിൽ കേട്ടൂലേ? കേട്ടൂലേ? ആരെങ്കിലും ഒരു ആരോപണം വന്ന ഉള്ളിൽ കേട്ടൂലേ? നിങ്ങൾ ഒന്നല്ലേ പോകുന്നില്ലല്ലോ സാറേ പറയിലേക്ക്. SFI പ്രവർത്തകർ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ കൂടി പ്രവർത്തകന്മാർ ആശുപത്രിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പിന്മാറാൻ തയ്യാറാവുന്നില്ല. ഈ പ്രധാന കവാടത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത്. ഓരോ ചൂടും പഴുതി പ്രവർത്തകരെ കവാടത്തിൽ നിന്നും അല്പം മാറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ കവാടത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇവിടെ പോലീസിന്റെ ഇവിടെ സമാധാനപരമായിട്ട് SFI ഇത്രയും നേരം സമരം ചെയ്തുകൊണ്ടുള്ളത്. പക്ഷേ ആ സമാധാനത്തില്ലാതാക്കാണ് പോലീസ് ശ്രമിക്കുന്നത്. SFIയുടെ ഒരു പ്രവർത്തന തലയുടെ പിറകിലേക്ക് അടിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ നമ്മുടെ ആശുപത്രി വഴി നമ്മൾ സമാധാനപരമായി മാത്രം സമരം ചെയ്തത്. ആ സമരത്തെ വഷളാക്കാൻ വേണ്ടി പോലീസാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല. പോലീസ് ആശുപത്രിയുടെ നമ്മളെ സഖാക്കളെ മാറ്റും. ആശുപത്രി വഴി ബ്ലോക്ക് പിരിഞ്ഞു പോകണം. ആശുപത്രിയുടെ കവാടത്തിൽ നിന്നും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് ഒഴിവാക്കണമെന്നുള്ളതാണ് പോലീസിന്റെ നിർദ്ദേശം. SFI നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ ഈ ആശുപത്രിയുടെ കവാടത്തിൽ നിന്നും മാറ്റുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ആശുപത്രിക്ക് പ്രധാനമായും 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കവാടത്തിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടന പരിപാടികൾ നടത്തി SFIയുടെ ജില്ലാ ഭാരവാഹികൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു മറുഭാഗത്തുകൂടെ പ്രവർത്തകർ ആശുപത്രിക്ക് അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. എന്തായാലും ഈ ആശുപത്രിക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ പ്രധാന കവാടത്തിൽ നിന്നും അല്പം മുന്നോട്ടേക്ക് ഈ പ്രവർത്തകന്മാർ എത്തിയിരുന്നെങ്കിൽ കൂടി ആ ഘട്ടത്തിലാണ് പോലീസ് ലാത്തി ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും SFI പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ആശുപത്രിക്ക് മുന്നിൽ തന്നെ തമ്പടിക്കുന്നുണ്ട്. നേതാക്കൾ ഇടപെട്ട് ഇവരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ കൂടി അതൊന്നും തന്നെ പ്രവർത്തകർ കൂട്ടാക്കാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകന് ഗുരുതരമായ രീതിയിൽ തലക്കുൾപ്പെടെ പരിക്കേറ്റതാണ് കൂടുതൽ പ്രകോപിതരാക്കിയത് എന്നുള്ളതാണ് SFI പ്രവർത്തകന്മാർ പറയുന്നത്. SFI നേതാക്കളും അതുതന്നെയാണ് പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ആവശ്യം. എന്തായാലും ഈ മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താ നിങ്ങൾ പരിക്കേറ്റോ? ഒരു പ്രശ്നമാകില്ല. ഇവിടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രതിഷേധിക്കാൻ വഴി തടസ്സപ്പെടുത്തിയാൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യും. ഒരു സംശയം ഈ ഒരു വിഷയം നടന്നിട്ട് ഇത്രയും സമയമായിട്ട് തലക്കടിക്കണ പോലീസ് ചെയ്തു. ഞങ്ങളിപ്പോൾ നിങ്ങളെ നെയിം ബോർഡ് പൊട്ടി ചോദിച്ച പോലീസുകാരെ കാണാം. നിങ്ങളുടെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമ്മളിവിടെ അടി തുടങ്ങിയത് നിങ്ങൾ കാണിച്ചോ കാണണം. വെല്ലുവിളിയല്ല. ആശുപത്രിയാണ് വഴി തടസ്സപ്പെടുത്തരുത്.
വഴി തടസ്സപ്പെടുത്തരുത്. ആശുപത്രിന്റെ വഴി വിടുക. ഇത് ഹോസ്പിറ്റലാണ്. നിങ്ങൾ പിരിഞ്ഞു പോകണം. ഇത് ഹോസ്പിറ്റലാണ്. നിങ്ങൾ പിരിഞ്ഞു പോകുക. ആശുപത്രിയുടെ വഴി വിടുക. പിരിഞ്ഞു പോകണം. നൂറുകണക്കിന് രോഗികൾ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ ഗുണ്ടായിസം കഴിക്കാൻ പാടില്ല കേട്ടോ. വളരെ മാന്യമായിട്ട് പരിധി പിന്നെ വിലാക്കുവാണല്ലേ. പ്രവർത്തനം പറയാനില്ല കേട്ടോ. അതുകൊണ്ട് വഴി വെറുതെ വിട്ടേക്കും. പോലീസ് ഈ പ്രവർത്തകന്മാരെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്കേറ്റമാണ് കണ്ടത്. ഈ തരത്തിൽ ഇവിടെ പ്രവർത്തകന്മാർ ഒരു വശത്തുകൂടെ അകത്തേക്ക് കയറാൻ വേണ്ടി അർജുൻ, ഇത് ശ്രമിച്ചതാണ്. ആശുപത്രി പരിസരമാണ് എന്നുള്ളതാണ് പോലീസ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ ആശുപത്രിയിലേക്ക് രോഗികൾ വരുമ്പോൾ തടസ്സപ്പെടുന്ന രീതിയിലാണോ ഈ സമരമുള്ളത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഇവരെ ആ രൂപത്തിൽ തടയുന്നത്? പോലീസും അത് തന്നെയാണ് സ്മൃതി പറയുന്നത്. ആശുപത്രി പരിസരമാണ്, അതുകൊണ്ട് തന്നെ ഈ സമരം ഒഴിവാക്കണം എന്നുള്ളതാണ് പോലീസ് ആവർത്തിച്ച് SFI നേതാക്കളോട് അഭ്യർത്ഥിച്ചത്. പക്ഷേ SFI നേതാക്കൾ പിരിഞ്ഞു പോകാൻ വേണ്ടി കൂട്ടാക്കിയിട്ടില്ല. പോലീസ് അനാവശ്യമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിച്ചു എന്നുള്ളതാണ് SFI നേതാക്കൾ ഉയർത്തുന്ന ആരോപണം. എന്തായാലും ഇപ്പോഴും ഈ ആശുപത്രിയുടെ മുൻവശത്തായി ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തകന്മാർ ഇപ്പോഴും ഇങ്ങനെ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും തുടർ പ്രതിഷേധങ്ങളോ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും ശക്തമായ രീതിയിലുള്ള പോലീസിനെതിരെയും SFI പ്രവർത്തകന്മാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു കേസ് പോലീസ് ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം കൂടി SFI നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ SFI അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ പരാതിപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്വമേധയാ തന്നെ പോലീസിനെ കേസെടുക്കാവുന്നതല്ലേ എന്നുള്ള ചോദ്യം പോലും ഈ SFI നേതാക്കന്മാർ പോലീസിന് എതിരെ ഉയർത്തുന്നുണ്ട്. എന്തായാലും പോലീസ് ആവർത്തിച്ച് പറഞ്ഞത് ഈ ആശുപത്രിയുടെ മുൻവശത്തുകൂടെ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചതാണ് പ്രകോപനപരമായിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രകോപനവും പോലീസിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇതിൻ്റെ പ്രധാന കവാടം തടസ്സപ്പെടുത്തി അകത്തേക്ക് കടക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് SFI നേതാക്കന്മാർ